ഹലോ ഗായ്സ്, ഇന്നത്തെ ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നും ഇന്നത്തെയും പോലെ തന്നെ ഒരു ഡെയിലി വ്ളോഗാണ് കേട്ടോ. ഡെയിലി വ്ളോഗ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ മാക്സിമം ഡെയിലി വ്ളോഗ് എന്നും എടുക്കാൻ നോക്കലുണ്ട്. പക്ഷേങ്കിൽ എന്താ പറയുക, ഒരു ദിവസം ഇടവിട്ടിട്ടാണ് എൻ്റെ ഡെയിലി വ്ളോഗ് വരാറ് എന്ന് മാത്രം. ചില സമയം എനിക്ക് കറക്റ്റ് അത് ഫോളോ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്, ചിലപ്പോൾ എനിക്കത് വിട്ടുപോകുന്നുണ്ട്. ഈ ഹോസ്പിറ്റൽ കേസൊക്കെ ആവുന്ന സമയത്താണ് ആ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടുപോകുന്നത് കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റു, പിന്നെ ബ്രഷ് ചെയ്തു. സാധാരണ ഞാൻ ബ്രഷ് ചെയ്യുന്നൊന്നും കാണിക്കല്ലേ, ഇതിൽ ബ്രഷ് ചെയ്യുന്ന കാണിക്കുന്നില്ല, ജസ്റ്റ് ബ്രഷ് ഇങ്ങനെ പിടിച്ചപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അങ്ങനെ പിന്നെ എന്നത്തെയും പോലെ തന്നെ രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായ, അത് മസ്റ്റാണ്. അങ്ങനെ കട്ടൻ ചായയും കുടിച്ചിരുന്നിട്ട് കുറച്ച് പരിപാടിയുണ്ട്. ഇന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയില്ല കേട്ടോ. അങ്ങനെ കട്ടൻ ചായയും കുടിച്ച് പിന്നെ മുറ്റത്തേക്ക് കുറച്ച് പച്ചമുളക് പറിക്കാൻ വേണ്ടി ഇറങ്ങിയത്. നമ്മളിവിടെ തന്നെ പച്ചമുളകും തക്കാളിയും ഇങ്ങനെ മത്തനും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഇവിടെ ഉപ്പ കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ഉണ്ട്. അതിങ്ങനെ അതിലുള്ളത് പറിക്കാമെന്ന് വെച്ചിട്ട് പോയതാണ്. അത് രസമാണ് ഇങ്ങനെ പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഞാൻ ഈ ഒരു കിളീനെ കാണുന്നത്. അങ്ങനെ ഞാൻ എന്താക്കി, ആ ക്യാമറ പോയിട്ട് എടുക്കാൻ വേണ്ടി തിരിച്ച് വരുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അങ്ങനെ അതും കഴിഞ്ഞ് ഞാൻ ആ കിളീനെ എന്താക്കി, ഈ പച്ചക്കറി പറിക്കാൻ വേണ്ടിയിട്ട്, ഈ പച്ചമുളക് പറിക്കാൻ വേണ്ടിയിട്ട് ആ കിളീനെ ഞാൻ അതിമന്ന് പായിപ്പിച്ച്. അങ്ങനെ നോക്കുമ്പം അതിന് നേരെ ചെന്നത് ഒരു പൂച്ചേൻ്റെ വായിലേക്കാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമായി. ഞാൻ അതിമന്ന് പായിച്ച പാടന്നെ പോയിട്ടൊരു പൂച്ച ചാടി അതിനെ പിടിച്ച്. ചെറിയൊരു കുഞ്ഞു കിളിയായിരുന്നു. അപ്പം എനിക്ക് പേടിയായതുകൊണ്ടാണ് ഞാൻ അതിമന്ന് തട്ടിയിട്ടതല്ല, ഇങ്ങനെ നമ്മൾ ആട്ടൂലേ അതേപോലെ ആക്കിയത്. പക്ഷെ നോക്കുമ്പോൾ നേരെ ചെന്ന് പോയത് ആ പൂച്ചേൻ്റെ വായിലേക്ക്. കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടമായി. പിന്നെ അതൊന്ന് കഴിഞ്ഞ് അതിന് ശേഷം പിന്നെ ഞാൻ അതിമേലുള്ള പച്ചമുളകൊക്കെ പറിക്കാൻ വിചാരിച്ചു. തക്കാളി പഴുത്തിണ്ടായില്ല, കുറച്ചും കൂടെ പഴുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഉള്ള പച്ചമുളക് കുറേയൊന്നുമില്ല, കുറേ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസം മുന്നേ പെയ്ത മഴയിൽ ഒക്കെ പോയി കേട്ടോ. കുറേ സാധനങ്ങൾ, പച്ചമുളക്, പിന്നെ മറ്റേ കരിവേപ്പിൻ്റെ ഇലേൻ്റെ അതൊക്കെ കുറേ അതിൽ നാശമായി പോയിണ്ടായി. നമ്മൾ വീട്ടിൽ ഉള്ള വീട്ടിൽ നിന്ന് മരം വീണിട്ട്, പിന്നെ എന്താ പറയുക, വലിയൊരു മരമൊക്കെ ചാഞ്ഞ് വീണിക്കേനും. അതേപോലെ കുറേ സാധനങ്ങൾ നാശമായി. കുറച്ചൊന്നുമല്ല, എന്തെല്ലോ സാധനങ്ങൾ നാശമായിട്ടുണ്ട്. അപ്പുറത്തുള്ള വീട്ടിൽ എന്തൊക്കെയോ പോയിട്ടുണ്ട്, അതേപോലെ ഇപ്പുറത്തുള്ള വീട്ടിൽ അങ്ങനെ കുറേ കഴുങ്ങ് വീണിട്ടും ഈ വേറെയുള്ള മരങ്ങൾ വീണിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ നാശമായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ വീട്ടിലെ തക്കാളി മരം. ഇത് നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. അതിൽ അത്യാവശ്യം കുറച്ചധികം തക്കാളി ഉണ്ട്. നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യം തന്നെയില്ല, അത്രത്തോളം തക്കാളി ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇച്ചിനി ഉണ്ടായിരുന്നു. കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ള ആടും പോത്തും പശുവൊക്കെ വന്നിട്ട് ഇങ്ങനെ തിന്നും. അതാണ് മെയിൻ പരിപാടി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിന്ന് രാവിലെ ഫുഡ് ഉണ്ടാക്കിയില്ല എന്നല്ല, രാവിലെ ഉമ്മാക്ക് സുഖമില്ല. സാധാരണ ഉമ്മയാണ് ഫുഡ് ഉണ്ടാക്കാറ്. ഉമ്മാക്ക് വെയ്യേനു. അന്നേരം പിന്നെ ഞാനും എണീക്കാൻ ലേറ്റായി. അപ്പോൾ പിന്നെ ഫുഡ് ഉണ്ടാക്കിയില്ല. പിന്നെ ഉപ്പാനോട് വിളിച്ചു പറഞ്ഞുണ്ടായി. ഉപ്പ പൊറാട്ടയും അതേപോലെ മുട്ട റോസ്റ്റും കൊണ്ടുതന്നിക്കേനു കേട്ടോ. ഉമ്മാക്ക് കൈസ് തെറ്റിദ്ധരിക്കേണ്ട, അങ്ങനെയല്ല. ഉമ്മാക്ക് വെയ്യാത്തതുകൊണ്ട് വീട്ടിലൊന്നും ഉണ്ടാക്കലില്ല എന്നല്ല, അങ്ങനെയല്ല. ഉമ്മാക്ക് കയ്യിൽ നിന്നുണ്ടായില്ല. പിന്നെ ഞാനും എണീക്കാൻ ലേറ്റായിപ്പോയി. അങ്ങനെ പിന്നെ മടിയായിപ്പോയി. അപ്പം പിന്നെ എന്തായാലും പുറത്തുനിന്ന് ഉപ്പാനെ കൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചക്കേക്ക് നമ്മൾ തന്നെ ആക്കും. അപ്പോൾ ഉപ്പാനെ കൊണ്ടിരിച്ചു. അങ്ങനെ പൊറാട്ടയും മുട്ട റോസ്റ്റാണ് കേട്ടോ. എനിക്ക് പൊറാട്ടേൻ്റെ കൂടെ മുട്ട റോസ്റ്റ് വലിയ ഇഷ്ടമില്ല, എനിക്ക് മീൻ കറിയാണ് ഇഷ്ടം. എന്നാലും കുഴപ്പമില്ല, കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പണിയും കാര്യങ്ങളൊന്നും അങ്ങനെ തീർന്നുണ്ടായില്ല കേട്ടോ. അപ്പോൾ ഉമ്മ ഇങ്ങനെ വിളിക്കുന്നത് സുഖമില്ല എന്ന് പറഞ്ഞിട്ട്, തീരെ വെയ്യാന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായി. അങ്ങനെ പിന്നെ പെട്ടെന്നാണ് വിളി വന്നത്, ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. കുരു നോക്കുക ഗൈസ്, മൊത്തം പിമ്പിൾസാണ് മുഖത്ത്. എന്താണെന്നറിയില്ല, എനിക്കും കൂടെ കൊണ്ടുപോയി കാണിക്കണം. ഒരാഴ്ചയായിട്ട് ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞങ്ങളെല്ലാവരും. ഞാനായാലും ഉമ്മയായാലും മോളായാലും ഇതന്നെ പണി. ഇനിയിപ്പം ഉമ്മാനെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഫുള്ള് പിമ്പിൾസാണ്. എന്താണെന്നറിയില്ല, എന്തോ ഫുഡ് പറ്റാത്തതിൻ്റെയാണ് തോന്നുന്നു. എനിക്ക് ഓയിലുള്ള സാധനങ്ങൾ കഴിക്കുന്നത് കുറച്ച് കൂടുതലാണ്. അപ്പം അതിൻ്റെ എന്തോ ഇതാണ് തോന്നുന്നു, എനിക്ക് അറിയില്ല. എന്തായാലും ഒന്ന് കാണിച്ചു നോക്കണം. എന്തായാലും ബാക്കി കാണിച്ചിടാം. ഗൈസ്, ഒരു മണ്ടത്തരം പറ്റി. ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ നിന്ന് മാറി ഇറങ്ങി. അയ്യോ ഇറങ്ങേണ്ടടുത്ത് ഇറങ്ങിയില്ല. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ ഉമ്മാനെ വെയിറ്റ് ചെയ്യുന്നു. ഉമ്മ ഏതെങ്കിലും ഓട്ടോറിക്ഷയും കൂട്ടി ഇങ്ങോട്ട് വരട്ടോ. ഇനി അങ്ങോട്ട് നടന്നു. കണ്ടില്ലേ, ഇതൊക്കെയാണ് അവസ്ഥ. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ബസ്സിൽ കയറി നമ്മളെ കരിമ്പുമ്മിലേക്ക് ടിക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത് കരിമ്പുമ്മൽ കഴിഞ്ഞ് പനമരം സ്റ്റോപ്പിലാണ് കേട്ടോ ഇറങ്ങുന്നത്. സംഭവം എന്താ വെച്ചാൽ, ഞാൻ ഇങ്ങനെ ഫോണിൽ എന്തോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സ്റ്റോപ്പ് മറന്നുപോയി. പിന്നെ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് നമ്മൾ സ്റ്റോപ്പ് കഴിഞ്ഞ് എന്നുള്ളത് ഓർമ്മ വന്നത്. ഉമ്മക്ക് തീരെ കഴിയുന്നുണ്ടായില്ല കേട്ടോ. ഞാനമ്മ കുറച്ചവിടെ വെയിറ്റ് ചെയ്തു. കുറച്ച് തിരക്കുണ്ടായിരുന്നു.
അതിനുശേഷം പിന്നെ നമുക്ക് ടോക്കണും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ നമ്മൾ അവിടെ ഇഞ്ചക്ഷൻ എടുക്കണമായിരുന്നു കേട്ടോ ഉമ്മക്ക്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു ഹോട്ടലിലേക്ക് ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം മരുന്നൊക്കെ കയറ്റിട്ടുണ്ട്, ഉമ്മക്ക് ക്ഷീണമുണ്ട്, അപ്പം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഉമ്മ ഒരു ചായയും പപ്സും കഴിച്ചു. ഞാൻ പിന്നെ കുറേ നാളായിട്ട് കഴിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു കഴിക്കണം എന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കപ്പ് കേക്ക്. അപ്പം അങ്ങനെ ഫസ്റ്റ് ടൈം ആയിട്ട് ട്രൈ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ വീട്ടിലെത്തി പെരും ചൂടാണ്, പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് കേട്ടോ. പിന്നെ വീട്ടിലെത്തി കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പുറത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് തിരുമ്പാന്ന് വിചാരിച്ചു. അതായത് ഇങ്ങനെ ചോറും കറിയൊക്കെ ഞങ്ങൾ വരുമ്പോഴത്തേനും മോൾത്താത്തെല്ലാം ആക്കിയിട്ടുണ്ടായിരുന്നു. മീൻ കറി ആക്കിയിട്ടുണ്ടായി, അതുപോലെ ചോറാക്കിയിട്ടുണ്ടായി, അങ്ങനെയെല്ലാം മോൾത്താത്ത ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൾത്താത്ത ഉണ്ടായിരുന്നു വീട്ടിൽ. ഞാൻ പിന്നെ ഉമ്മ പെട്ടെന്ന് വിളിച്ചപ്പം ഹോസ്പിറ്റലിലോട്ട് ഓടി. അപ്പം വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അങ്ങനെ കുറച്ച് പണികളും കാര്യങ്ങളും നമുക്ക് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് തീർത്തിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ രാവിലെ ഒരു പർദ്ദ ഇട്ടിട്ട് ഉമ്മ വിളിച്ചപ്പോൾ വേഗം അങ്ങനെ പോയതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. പുറത്താണെങ്കിൽ പെരും ചൂടാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. അങ്ങനെ വന്ന് ആമീസ് ഇവിടെ ചോറിലൊക്കെ കൈയിട്ട് മാന്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം നല്ലൊരു ഉറക്കം ഉറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഹോളിൽ ഒരു തലാണ ഇട്ടിട്ട് അങ്ങനെ കിടന്നു. അതാകുമ്പോൾ കുറച്ച് കാറ്റും കൊണ്ട് നല്ല സുഖമായിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങുക. മറ്റേത് എത്ര ഫാനിൻ്റെ ചോട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സുഖം കിട്ടില്ല. പുറത്തുള്ള കാറ്റും കൊണ്ട് സിറ്റ് ഔട്ടിലൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല രസമാണ്. എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കിടക്കാൻ വേണ്ടി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് അമ്മായിൻ്റെ വീട്ടിൽ പോയി, ഒന്ന് അപ്പുറത്തുള്ള നമ്മുടെ ചേച്ചീൻ്റെ വീട്ടിൽ പോയി. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലേക്ക് എത്തുന്നത് കേട്ടോ. നമ്മളിന്ന് റിസോർട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ അത് ഫ്ലോപ്പായി. അതായത് ഞാൻ അമ്മായിൻ്റെ ഇടയ്ക്ക് പോയി തിരിച്ച് വന്നപ്പോഴത്തേക്ക് സമയം 5:30 കഴിഞ്ഞിട്ടുണ്ടായി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോൾ 5:30 കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ 5:30 ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ പോയാലും 8 മണിയാവണം നമ്മൾ റിസോർട്ടിൽ നിന്ന് തിരിച്ചെത്തൂല. ഇവിടുന്ന് അടുത്താണെങ്കിൽ പോലും അത്യാവശ്യം നല്ലൊരു കയറ്റം കയറാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കയറി അവിടെ എത്തി അതൊക്കെ കണ്ട് കഴിയുമ്പോൾ എന്തായാലും നേരാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വരെ നടന്നെത്തുമ്പോഴത്തേന് സമയം കുറേ ആവും. നമുക്ക് ഇവിടുന്ന് അത്ര ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള ദൂരവും ഇല്ല, അതുകൊണ്ട് പിന്നെ നമ്മൾ വെറുതെ അങ്ങനെ പോകുന്നത്. അപ്പം ഒന്നാമത് നമുക്ക് ഈ കൂടെയൊക്കെ നടന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോകാൻ വേണ്ടി നിന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ പോക്ക് ക്യാൻസലായി. ചിലപ്പം ഇൻഷാല്ലാ നാളെ പോയിരിക്കും, ഉറപ്പില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും മാങ്ങയാണല്ലോ. അങ്ങനെ മാങ്ങ കുറേ നമ്മൾ ജ്യൂസ് അടിച്ച് കുടിച്ച് കുറേ വെറുതെ തിന്ന് അങ്ങനെ ലാസ്റ്റ് മാങ്ങ ഈ പഴുത്ത മാങ്ങയിൽ കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് കഴിക്കാൻ നല്ല രസമാണ്. എനിക്കിഷ്ടമാണ്. നിങ്ങൾ കഴിക്കലുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല കേട്ടോ. അങ്ങനെ കഴിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പം നമ്മളിങ്ങനെ പൊതുവേ ഞാൻ എൻ്റെ ബ്രദർ നാട്ടിലുള്ള സമയത്ത് ഞങ്ങളിങ്ങനെ കഴിക്കലുണ്ട്. അതേപോലെ നമ്മളെ അയൽവാസികളുണ്ടാവുമല്ലോ, അവിടെയുള്ള കുട്ടികൾ ഞങ്ങളൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ ചെനച്ച മാങ്ങ അല്ലെങ്കിൽ പഴുത്ത മാങ്ങയിലൊക്കെ ഇങ്ങനെ ഉപ്പും കുറച്ച് മുളക് പൊടിയൊക്കെ ആക്കിയിട്ട്, അധികം മുളക് പൊടി നമ്മൾ പച്ചമാങ്ങയിലാക്കുമ്പോൾ ഇന്ന് ആക്കൂല, പക്ഷേ ഇങ്ങനെ കഴിക്കലുണ്ടേനു കേട്ടോ. അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അപ്പം ഞാൻ ഇതിവിടെ വന്നിരുന്ന് കഴിക്കുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കണം. അപ്പോൾ ബാക്കിൽ ഉമ്മ ഇരിക്കുന്നുണ്ട്, അതേപോലെ മോൾത്താത്ത ഉണ്ട് വന്നിക്ക്. അങ്ങനെ ഇവരാരെയും പെടാണ്ട് ഞാൻ കഴിക്കുന്ന എടുക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ വയ്യാത്ത ഉമ്മാനെയും കുറച്ച് നേരത്തേക്ക് അവിടെ നിന്ന് മാറ്റി മോൾത്താത്തനെയും കുറച്ച് സൈഡിലേക്ക് ആക്കി എന്നിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. അതിൻ്റെയൊക്കെ ഓരോ കഷ്ടപ്പാട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. പിന്നെ വൈകുന്നേരമായപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഉപ്പേരി വെക്കാം. നമ്മൾ രാവിലെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് മത്തഞ്ചപ്പ് ഉപ്പേരി വെക്കാൻ. മത്തഞ്ചപ്പ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് പറിക്കാൻ വേണ്ടി പോയപ്പം അതിൻ്റെ ആ മുള്ള് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്കങ്ങനെ പൊട്ടിച്ചെടുക്കാനാവില്ല. അപ്പോൾ പിന്നെ ഞാൻ ഇവിടെയുള്ള മാങ്ങയൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഉമ്മാനെ വിളിച്ചിട്ട് ഉമ്മാനെ കൊണ്ടത് ഇങ്ങനെ നിങ്ങളെന്താ പറയുക നുള്ളി എടുക്കുകയാണ് കേട്ടോ. നുള്ളി അല്ലെങ്കിൽ പൊട്ടിച്ചിട്ടൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. എനിക്കതിങ്ങനെ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ആ നാരോ മുള്ളോ എന്തോ ഇങ്ങനെ കുത്തുമ്പോൾ എനിക്ക് ഭയങ്കര ഇടങ്ങാറാണ്. അങ്ങനെ പിന്നെ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടി ഞാനൊരു മുട്ട പുഴുങ്ങാനിട്ടുണ്ടായിരുന്നു. അതേപോലെ ചായ കാച്ചാൻ വേണ്ടി ചായക്ക് പാലടുപ്പത്ത് വെച്ചിട്ടുണ്ടായി. പിന്നെ നോക്കുമ്പം എന്താ പറയുക, മുട്ട ഞാൻ അതേപോലെ ഈ മസാല ആക്കിയിട്ട് തിന്നാന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ആകെപ്പാടെ 2 മുട്ട ഉണ്ടായുള്ളൂ, ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി. അപ്പം മസാല ആക്കിയിട്ട് ഈ പാൽച്ചായൻ്റെയോ അല്ലെങ്കിൽ ഈ കട്ടൻ ചായൻ്റെയോ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. അപ്പം ഞാൻ കരുതി അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. പക്ഷെങ്കിൽ എന്താണെന്നറിയില്ല, നമ്മൾ ഈ സമയം ചായ കുടിക്കുമ്പോൾ തന്നെ 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരത്തെ ചായ കൂടെയൊക്കെ ഈ ഒരു 7 മണിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കിയില്ല, എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. അങ്ങനെ നീണ്ടുപോയി. കുറേ നേരം ചായ കാച്ചിട്ട് അവിടെ വെച്ച് പിന്നെയും തണിഞ്ഞ് പിന്നെയും പോയിട്ട് കാച്ചി അങ്ങനെയൊക്കെയാണ് കേട്ടോ ചായ കുടിച്ചത്. അങ്ങനെ പിന്നെ ലാസ്റ്റ് മുട്ട എന്താ പറയുക മസാല കൂട്ടാനുള്ള ആ ഒരു ഇതങ്ങ് പോയി, ആ ഒരു ത്വര അങ്ങ് പോയി. അന്നേരം പിന്നെ വിചാരിച്ചു എന്തായാലും ഇങ്ങനത്തെ അത് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മത്തഞ്ചപ്പിനേക്കുള്ള അതിൻ്റെ ഇടയിൽ ഞാൻ മത്തഞ്ചപ്പിനുള്ള ഉപ്പേരി ഒക്കെയുള്ള ഇത് അരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പൊതുവേ കുറച്ചും കൂടെ ഇങ്ങനെ അരച്ചതാണ് ഇഷ്ടം. മത്തഞ്ചപ്പ് അരച്ചത് കഴിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷേങ്കിൽ ഇവിടെ വീട്ടിൽ വേറെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ വെച്ചാൽ ആരും കൂട്ടുമില്ല.
അപ്പോൾ പിന്നെ എന്തായാലും ഇങ്ങനെ മുറിച്ചിട്ടിട്ട് ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതാവുമ്പോൾ എല്ലാവരും കഴിക്കുകയും ചെയ്യും, എല്ലാവർക്കും ആവുകയും ചെയ്യും. അങ്ങനെ ആദ്യം ഞാൻ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് കുറച്ച് ഉപ്പും കൂട്ടി അടിച്ചിട്ട് ഉപ്പും കൂടെ നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചിട്ട് എടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് അത് എണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് മത്തഞ്ചപ്പിട്ടിട്ട് ഉപ്പേരിയാക്കാണ് കേട്ടോ ചെയ്യാറ്. അല്ലാണ്ട് ഇങ്ങനെ എനിക്ക് പച്ചമുളകൊക്കെ വെറുതെ മുറിച്ചിട്ടിട്ട് ഇങ്ങനെ ഉപ്പേരി ആക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഇങ്ങനെ വെളുത്തുള്ളിയും അത്യാവശ്യം നല്ല വെളുത്തുള്ളി വേണം. എനിക്ക് മത്തഞ്ചപ്പിൽ നല്ല വെളുത്തുള്ളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അത്യാവശ്യം നല്ലോണം വെളുത്തുള്ളിയും കുറച്ച് അധികം പച്ചമുളകൊക്കെ എടുത്തിട്ട് എരിവും ഒക്കെ കൂടെ ആകുമ്പോൾ നല്ല രസമായിരിക്കും. ആ വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് എനിക്ക് പുറത്തേക്ക് അറിയണം മത്തഞ്ചപ്പിൽ, അതാണ് എനിക്കിഷ്ടം. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് പേസ്റ്റ് ആക്കിയിട്ട് പിന്നെ അങ്ങനെ എണ്ണയിൽ മൂപ്പിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ പൊതുവെ ആക്കാറുള്ളത് കേട്ടോ. നിങ്ങൾക്ക് മത്തച്ചപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള താഴെ കമൻറ്റ് ചെയ്യുക, എന്നാൽ നമുക്കും അതുപോലെ ട്രൈ ചെയ്ത് നോക്കാമല്ലോ. അങ്ങനെ അതിന് ശേഷം റെക്കോർഡ് എഴുതാനുണ്ടായിരുന്നു. രാവിലത്തെ ക്ലാസ് ഒന്നും കേട്ടില്ല കേട്ടോ. ഇന്ന് എന്താണെന്നറിയില്ല, ഓരോ ഹാല് പോലെയാണ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേൾക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ്സുകൾ മൊത്തം മിസ്സാണ്. നമ്മൾ 4 സബ്ജക്റ്റും 4 ഞാൻ മിസ് ചെയ്തിട്ടാണ് ഉള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഇരുന്നിട്ട് വേണം ആ ക്ലാസ് മൊത്തം ഇരുന്ന് കേൾക്കാം. നമുക്ക് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സാർമാർ റെക്കോർഡ് അയച്ചതായി തന്നെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്താക്കാം, ഇങ്ങനെ വീഡിയോ റെക്കോർഡാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ പ്ലേ ചെയ്തിട്ട് കേട്ട് കിടക്കാം. നേരത്തൊക്കെ ഇങ്ങനെ കേട്ടാൽ നല്ല സുഖമാണ്. അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. എന്നിട്ട് കേട്ടിട്ട് അറ്റൻഡൻസ് ഇട്ടാൽ മതിയല്ലോ. പക്ഷേ നമ്മൾ ഓഫ്ലൈനായിട്ട് പോയി തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുക. കാരണം നമ്മൾ എത്രയും ദിവസം ക്ലാസ്സൊക്കെ മിസ് ചെയ്ത് ഈ ഓൺലൈൻ ആകുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലാസ് പിന്നെ കേൾക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ വെക്കും. അതുകൊണ്ട് പിന്നെ എഴുത്തും ബാക്കിയാവും, അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളും ബാക്കിയാവും. അപ്പോൾ റെക്കോർഡ് ഇതുവരെ കംപ്ലീറ്റ് ചെയ്തില്ല. ഇന്നലെ കുറേയൊക്കെ ഇന്നലെ എഴുതിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു 20 സ്റ്റോറീസൊക്കെ എഴുതാനുണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ ഒരു 5 സ്റ്റോറിയൊക്കെ എഴുതി. അതിനുശേഷം പിന്നെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇന്ന് ഒരു 2-3 സ്റ്റോറിയും കൂടെ എഴുതാനുള്ള പ്ലാനിലായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ 2-3 സ്റ്റോറി ഒന്നും എഴുതിയില്ല. ആകെപ്പാടെ ഒരു സ്റ്റോറി എഴുതിയപ്പോൾ തന്നെ എനിക്ക് കൈയൊക്കെ കഴിച്ച്. പിന്നെ ഞാൻ അത് എഴുതാൻ നിന്നില്ല. എനിക്കാകെ എന്താ വെച്ചാൽ നമ്മൾ കുറേ കാലത്തിന് ശേഷം പിന്നെയും എഴുതുമ്പം ഭയങ്കര ബുദ്ധിമുട്ട്. ചില സമയം അക്ഷരങ്ങളൊക്കെ എനിക്ക് മറന്നു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചു, മീൻകറിയും മത്തഞ്ചപ്പ കൂട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.